PM-ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പുവെച്ചു. സംസ്ഥാനത്തിനു വേണ്ടി വിദ്യാഭ്യാസ സെക്രട്ടറിയാണ് ഒപ്പുവെച്ചത്. CPIയുടെ കടുത്ത എതിർപ്പ് മറികടന്നാണ് പദ്ധതിയിൽ ഇടത് സർക്കാർ ഒപ്പിട്ടത്. ഇതോടെ 1500 കോടി രൂപ കേരളത്തിന് ലഭിക്കും. വിശദാംശങ്ങളുമായി MS വീണ ചേരുകയാണ്. വീണ, CPIയുടെ എതിർപ്പ് മറികടന്നു തന്നെയാണ് സർക്കാർ PM-ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടിരിക്കുന്നതിന് മറ്റു വിവരങ്ങൾ കൂടി. KP സുരേഷ്, ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് സർക്കാർ ഈ പദ്ധതി നടപ്പാക്കുവാനൊപ്പം തന്നെ ഇതിൽ ഒപ്പുവയ്ക്കുവാനുമുള്ള തീരുമാനമെടുത്തിരുന്നു. എന്നാൽ ഈ ഒരു തീരുമാനവുമായി ബന്ധപ്പെട്ട് CPI മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന മന്ത്രിസഭാ യോഗത്തിലടക്കം CPI മന്ത്രിമാർ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. മാത്രമല്ല, ബിനോയ് വിശ്വവുമായി CPI സംസ്ഥാന അധ്യക്ഷനുമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു കൂടിക്കാഴ്ച നടത്തിയപ്പോഴും ഇതേ ഒരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. എന്നാൽ വിദ്യാഭ്യാസ മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു പദ്ധതിയുമായി മുമ്പോട്ട് പോകുമെന്നും അതുപോലെ തന്നെ 1500 കോടി രൂപ പാഴാക്കാൻ കഴിയില്ലെന്നും സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക് കിട്ടേണ്ട അത് സർക്കാരിൻ്റെ പിടിവാശി കൊണ്ട് നഷ്ടപ്പെടരുതെന്നുമുള്ള ഒരു തിരിച്ചറിവ് സർക്കാരിനും ഒപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രിക്കും ഉണ്ടായിരുന്നു. മാത്രമല്ല, ഈ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ ഈ ഒരു പദ്ധതിയെക്കുറിച്ച് അവബോധരുമായിരുന്നു. കൂടാതെ തന്നെ ഇന്ത്യയിലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലടക്കം ഈ ഒരു പദ്ധതി നടപ്പാക്കിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. കേരളം മാത്രം ഇതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന മനോഭാവത്തിനടക്കം വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിമർശനമുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ABVP അടക്കമുള്ള സംഘടനകൾ ശക്തമായ പ്രതിഷേധങ്ങളും സമരപരിപാടികളും ഒക്കെ നടത്തിയിരുന്നു. ഇതിന്റെ ഫലമായി കഴിഞ്ഞ ദിവസം ABVP പ്രതിനിധികൾ വിദ്യാഭ്യാസ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയിലടക്കം അനുകൂല ഒരു നിലപാടുണ്ടാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ഉറപ്പ് നൽകിയിരുന്നു. ഈ ഒരു ഉറപ്പിൽ ഉറച്ചു നിൽക്കുക തന്നെയായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ്. അതിനാൽ തന്നെയാണ് CPIയുടെ ഒരു എതിർപ്പിനെ മറികടന്നുകൊണ്ട് ആ ഒരു എതിർപ്പിനെ വകവയ്ക്കാതെ തന്നെ ഇടതുപക്ഷ സർക്കാർ ആ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല, സർക്കാരിൻ്റെ ഈ ഒരു ഘട്ടത്തിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലടക്കം ഇത് നടപ്പാക്കി അതിൻ്റെ ഗുണഭോക്താക്കളായി വിദ്യാർത്ഥികൾ മാറുമ്പോൾ, കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് അത് ലഭിക്കാതിരിക്കുമ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന് അത് വലിയൊരു തിരിച്ചടി ഉണ്ടാക്കും. അതുപോലെ തന്നെ കേന്ദ്രം നൽകുന്ന ഈ ഒരു വലിയൊരു സഹായം അത് വിദ്യാർത്ഥികൾക്കും ഒപ്പം തന്നെ സംസ്ഥാനത്തെ സ്കൂളുകൾക്കടക്കം വലിയൊരു ഗുണമുണ്ടാകുമെന്നുള്ള ഒരു തിരിച്ചറിവ് സംസ്ഥാന സർക്കാരിനുണ്ടായിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് വൈകി വന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നടപടി വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ചിരിക്കുന്നത്. KP സുരേഷ്, ഒടുവിൽ യാഥാർത്ഥ്യം സർക്കാർ തിരിച്ചറിഞ്ഞു.